ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ പ്രതികരണ വേദി ആരംഭിക്കുന്നു. ജനങ്ങളുടെ വാർത്താ മണിക്കൂറാണ് അടുത്ത ഒരു മണിക്കൂർ സംഭവിക്കാൻ പോകുന്നത്. ഞാനും നിങ്ങളുമില്ല, നമ്മൾ നടത്തുന്ന ഒരു സംയുക്ത യാത്രയായിരിക്കും. നമ്മൾ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമുക്കറിയുന്നത് പോലെ ജനങ്ങളുടെ വാർത്താ മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടപെടലുകൾ വേണം, നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണം, നിങ്ങളുടെ സന്ദേശങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾക്ക് പതിവ് പോലെ ഞാനൊരു നമ്പർ കാണിക്കുന്നു, ഒന്നല്ല 2 നമ്പർ കാണിക്കുന്നു. നിങ്ങൾക്ക് വാട്സപ്പ് ദൃശ്യങ്ങൾ അയക്കാനുള്ള നമ്പർ 6235968937. ഈ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ അയച്ചു തരാം. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായം പ്രകടിപ്പിക്കണമെങ്കിൽ അതല്ല എന്നോട് നേരിട്ട് പറയണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കാൻ ഒരു ലാൻഡ് നമ്പറുണ്ട്. ഈ ലാൻഡ് ലൈൻ നമ്പർ ഇതാണ്: 048428305010 0484283050. ഇത് രണ്ടും കൂടാതെ നിങ്ങളുടെ സന്ദേശങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. യൂട്യൂബിൽ നിങ്ങൾ 24 ചാനൽ ലോഗിൻ ചെയ്യുക. അവിടുത്തെ ചാറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ കമൻറ്റുകളും ആശയങ്ങളും അവിടെ ഇടുക. അത് പറന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് വരുന്നു, അതുവഴി എന്നിലേക്കും അപ്പോൾ ഞാൻ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കും. അപ്പോൾ അടുത്തൊരു മണിക്കൂർ നമ്മൾ ഒന്നിച്ചുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റോറിയിലേക്ക് കടക്കാം. ഒരുപാട് വാർത്തകൾ വന്നൊരു വാർത്താ പകലാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, ചിലതൊക്കെ നമ്മുടെ നെഞ്ചിനെ നോവിച്ചു, ചില വാർത്തകളൊക്കെ പ്രതിഷേധമുണ്ടാക്കി, ചില വാർത്തകളൊക്കെ നമ്മെ രക്ഷാകുലരാക്കി. ഈ വാർത്തകൾക്കിടയിലൂടെ നമ്മൾ നടത്തുന്ന യാത്ര തുടങ്ങുകയാണ്. വേണ്ടപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ കഴിയാതെ ഒരു യുവാവ് മസ്കറ്റിൽ രോഗത്തിന് കീഴടങ്ങി. രോഗിയായ ഭർത്താവിനടുത്ത് താൻ വഴിയൊരുക്കണമെന്ന് ഭാര്യ 2 ദിവസം മുമ്പ് പൊട്ടിക്കരഞ്ഞ് അപേക്ഷിച്ചു എയർ ഇന്ത്യയോട്. കാശ് വാങ്ങി ടിക്കറ്റ് നൽകിയ കമ്പനിയോ ഒരു മുന്നറിയിപ്പുമില്ലാതെ സമരം പ്രഖ്യാപിച്ച ജീവനക്കാരോ അത് കേട്ടതേയില്ല. വിമാന ജീവനക്കാരുടെ സമരം ഒരു കുടുംബത്തിന് നൽകിയത് ആജീവനാന്ത അനാഥത്വം. മിന്നൽ പണിമുടക്ക് എന്നും മനുഷ്യജീവിതത്തിന്റെ താളം തെറ്റിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാത്ത എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം അനാഥമാക്കിയത് ഈ ജീവിതങ്ങളെ. പ്രിയതമനെ ഒരു നോക്കു കാണാൻ അന്നേ കെഞ്ചിയതാണ് അമൃത. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. മാനേജറാണെങ്കിൽ പുറത്തൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ മക്കളെയും ഭാര്യയും കാണാതെ രാജേഷ് പോയി. ഹൃദയാഘാതം സംഭവിച്ച് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ രാജേഷിന്റെ ആഗ്രഹം തൻ്റെ പ്രിയപ്പെട്ടവളും കുട്ടികളും കുടുംബവും കൂടെ ഉണ്ടാകണമെന്നതായിരുന്നു. ആ ആഗ്രഹം നാട്ടിലറിയിച്ചതിന് പിന്നാലെ അമൃതയും കുടുംബവും മസ്കറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാനെത്തി. പക്ഷേ എത്തിയത് ആ ദിവസം. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ പണിമുടക്ക് നടത്തിയ ആ ദിവസം. അവിടെ മറ്റു യാത്രക്കാരോടൊപ്പം രാജേഷിന്റെ കുടുംബവും പ്രതിഷേധിച്ചു. കമ്പനിയെ അടിയന്തര സാഹചര്യം അറിയിച്ചു. ആവശ്യം പരിഗണിച്ച് പിറ്റേന്ന് രാവിലെയുള്ള ഫ്ലൈറ്റിന് അമൃതയ്ക്കും അമ്മയ്ക്കും ടിക്കറ്റ് നൽകി. പക്ഷേ അവിടെയും കുടുംബത്തെ ഭാഗ്യം തുണച്ചില്ല. സമരം തുടർന്നു. വീണ്ടും യാത്ര റദ്ദാക്കേണ്ടി വന്നു. സാഹചര്യം വിശദീകരിച്ച് ജീവനക്കാരോട് അപേക്ഷിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. എന്തെങ്കിലും ചെയ്ത് തങ്ങളെ സഹായിക്കാമായിരുന്നില്ലേ എന്ന കുടുംബത്തിന്റെ സങ്കടത്തിന് ഇനി ആരുത്തരം പറയും? ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ അവനിപ്പം ജീവിച്ചിരുന്നേനെ. ആകെ വീട്ടിൽ റൂമിനകത്ത് ഈ 2 ദിവസം കൊണ്ട് റൂമിനകത്ത് ഒറ്റയ്ക്കാണ് കിടന്നത്. ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ചെല്ലാൻ വേണ്ടി പോയിട്ട് പോലും ഈ എയറിൻ്റെ ഈ സമരത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അവരൊരു കരുണ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്ലൈറ്റ് ഞങ്ങൾ കാലി വീണത് പോലെ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കയറ്റി എൻ്റെ കുഞ്ഞിനൊന്ന് പറഞ്ഞു വിട്. രാവിലെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ വൈകുന്നേരമായി അടിച്ച് റൂമിൽ കിടക്കുകയായിരുന്നു. മസ്കറ്റിൽ IT മാനേജറായിരുന്നു നമ്പി രാജേഷ്. 7-ാം തീയതി മുതൽ മസ്കറ്റിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിലിരിക്കെ ഇന്നലെയോടെ രാജേഷിന്റെ ആരോഗ്യാവസ്ഥ വീണ്ടും മോശമാവുകയും മരണം സംഭവിക്കുകയും ചെയ്തു. നാളെ പുലർച്ചെയോടെ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് നീക്കം. പണം റീഫണ്ട് ചെയ്യാമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തീരാ നഷ്ടത്തിന് ഉത്തരവാദിയായവർക്കെതിരെ നിയമ പോരാട്ടം നടത്താനൊരുങ്ങുകയാണ് രാജേഷിന്റെ കുടുംബം. ഉറ്റവരെത്തിയില്ല. ഭാര്യയും മക്കളെയും കാണാതെ നമ്പി രാജേഷിന്റെ മടക്കം. കാരണം എയർ ഇന്ത്യ ജീവനക്കാരുടെ അപ്രതീക്ഷിത പണിമുടക്ക്. കമ്പനിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ഹരികൃഷ്ണൻ, 24
തിരുവനന്തപുരം. വളരെ സങ്കടകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ഓർക്കാപ്പുറത്ത് ഈ സമരങ്ങൾ പ്രഖ്യാപിക്കുന്ന സംഘടനകൾക്ക് അറിയില്ല ഇതേപോലെ ദാരുണമായ ജീവിതങ്ങൾ ഈ നാട്ടിൽ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് അടിയന്തരമായ ജീവിത സാഹചര്യമുണ്ട്. ഒരുപക്ഷേ മരണത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സ്വന്തം ഭാര്യയെ കാണാനുള്ള ഒരു അവസരമാണ് കളഞ്ഞു കുളിച്ചത് എന്ന് പോലും ഇവരറിയുന്നില്ല. സമരം പ്രഖ്യാപിക്കുന്നതും പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഈ നാട്ടിൽ പുതിയ കാര്യമല്ല. ഇതൊക്കെ നോട്ടീസ് കൊടുത്ത് അതിൻ്റെ ക്രമീകരണങ്ങൾ വഴി, അതിൻ്റെ പ്രോസസ്സ് വഴി, അതിൻ്റെ പ്രൊസീജിയർ വഴി നോട്ടീസ് കൊടുത്ത് കൃത്യമായി ഇന്ന ദിവസം മുതൽ ഞങ്ങൾ സമരത്തിലായിരിക്കും, നിങ്ങൾ യാത്രക്കാരെല്ലാം കെയർ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷേ സംഘടനകൾക്ക് അതൊന്നും വിഷയമല്ല. യാത്രക്കാരില്ലാതെ പോയാൽ ഇവരൊക്കെ എന്ത് പണിയെടുക്കും എന്നും ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല ഈ സംഭവമൊക്കെ കേട്ടപ്പോൾ. KG രതീഷിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. രതീഷ് പറയുന്നത്, സ്ത്രീധനം കൊടുക്കുന്നവനെയും വാങ്ങിക്കുന്നവനെയും തൂക്കിക്കൊല്ലണം. IPSC ഒന്ന് മാറ്റി പിടിച്ചാൽ ഈ നാട്ടിൽ പ്രശ്നങ്ങളൊക്കെ തീരും. ഇന്ന് വന്ന ചില സംഭവങ്ങൾ കണ്ടിട്ടാണ് KG രതീഷ് ഈ സന്ദേശം അയച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളമാകെ ഞെട്ടിയ രതീഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഞെട്ടിച്ച ആ വാർത്തയിലേക്കാണ് നമ്മളിനി കടന്നു ചെല്ലുന്നത്. കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധു നേരിട്ടത് കൊടിയ മർദ്ദനമെന്ന് വ്യക്തമാക്കുന്ന കുറേ അധികം വെളിപ്പെടുത്തലുകൾ ഇന്നത്തെ വാർത്താ പകലിൽ പുറത്തു വന്നു. സ്വർണവും പണവും ആവശ്യപ്പെട്ട് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്ന് എറണാകുളം സ്വദേശിനി യുവതി പറയുന്നു. പോലീസിനെതിരെയും യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ. യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പോലീസ്. വിവാഹം കഴിഞ്ഞ് 7ാം നാൾ നടക്കുന്ന സൽക്കാര ചടങ്ങിനായി എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് എത്തിയതാണ് നവവധുവിൻ്റെ ബന്ധുക്കളായ 30 അംഗ സംഘം. പന്തീരങ്കാവിലുള്ള ഭർതൃഗൃഹത്തിൽ നവവധു ഇവരെ കാത്തുനിന്നത് ശരീരമാസകലം മുറിപ്പാടുകളുമായി. വിവരമന്വേഷിച്ച ബന്ധുക്കൾ കേട്ടത് കഴിഞ്ഞ ഒരാഴ്ചയായി യുവതി അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിൻ്റെ നടുക്കുന്ന കഥകൾ. കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ P. ഗോപാലും എറണാകുളം സ്വദേശിയായ യുവതിയും കണ്ടുമുട്ടുന്നത് മാട്രിമോണിയൽ സൈറ്റിലൂടെ. ബന്ധുക്കളുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഈ മാസം 5-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് വിവാഹം നടന്നു. പിന്നീട് അങ്ങോട്ടുള്ള 7 ദിവസം യുവതി നേരിട്ടത് കൊടിയ പീഡനം. ഭർത്താവ് രാഹുൽ തന്നെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് യുവതി നൽകിയ പരാതി. മൊബൈൽ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. കൂടുതൽ സ്വർണവും പണവും തന്നോട് ആവശ്യപ്പെട്ടു. രാഹുൽ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി 24-നോട്. കൈമുഷ്ടി വെച്ചിട്ട് എൻ്റെ തലയുടെ ഇവിടെ 3 സൈഡിൽ തലയുടെ ഇവിടെ സൈഡിൽ ഇടിച്ചു, പിന്നെ ബാക്കിൽ ഇടിച്ചു, പിന്നെ നെറ്റിയുടെ ഇവിടെ ആ മുഷ്ടി വെച്ചിട്ട് തന്നെ ഇടിച്ചു, പിന്നെ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കിയായിരുന്നു എന്നെ. പിന്നെ എന്താണ് കുരിശ് നിർത്തിയിട്ട് പുറത്ത് ഇടിച്ചായിരുന്നു. വിവാഹം കഴിഞ്ഞ് സൽക്കാരത്തിനായി ബന്ധുക്കൾ കോഴിക്കോട്ടെ നവവരന്റെ വീട്ടിലേക്ക് എത്തുന്നത് ഈ മാസം 12-ന്. നവവധു അവർക്ക് മുന്നിലേക്ക് എത്തിയത് ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകളുമായി. ഇതോടെ ബന്ധുക്കൾ പന്തീരങ്കാവ് പോലീസിലെത്തി പരാതി നൽകി. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തങ്ങൾ നേരിട്ടത് മോശം പെരുമാറ്റമെന്ന് യുവതിയുടെ അമ്മ. ഒരു പെൺകുട്ടിയെന്ന് തന്നെയല്ല, ഈ ലോകത്തുള്ള ഓരോ വ്യക്തിക്കും മനുഷ്യനെയും നീതി കിട്ടണം. ആ നീതി പക്ഷേ അവർ തന്നില്ല. അവർക്ക് അവൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ആസ്പത്രിയിൽ ചെല്ലുമ്പോൾ ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവരുടെ തോളത്ത് കൈയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. ബന്ധുക്കൾ നൽകിയ പരാതിയിൽ രാഹുലിനെതിരെ പോലീസ് അന്നു തന്നെ കേസെടുത്തു. ചുമത്തിയത് 2 വകുപ്പുകൾ. IPC 324, 498B. അതായത് കേസെടുത്തത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത്. എന്നാൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കാതെ പോലീസ് രാഹുലിനെ സഹായിക്കുകയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഇവന് റിമാൻഡ് ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു CIനോട്, എന്തുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയൂ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഇത്രയും വിസ്മയം ആവർത്തിക്കരുത് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അത് പത്രക്കാരും മീഡിയക്കാരും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ. ബന്ധുക്കളുടെ ആരോപണം നിഷേധിക്കുകയാണ് പോലീസ്. യുവതിയുടെ വിശദമൊഴി രേഖപ്പെടുത്താനും പോലീസ് നീക്കം നടത്തുന്നുണ്ട്. പരിക്കേറ്റ ശേഷം യുവതി ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്നും മൊഴിയെടുക്കും. തുടർന്നാകും കൂടുതൽ വകുപ്പുകൾ ചേർക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക്
പന്തീരങ്കാവ് പോലീസ് എത്തുക. വലിയ പ്രതീക്ഷയോടെ പുതിയ ജീവിതത്തിലേക്ക് എത്തിയ പെൺകുട്ടിയെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുമ്പോൾ വിസ്മയ മുതലുള്ള 100 പേരുകളാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. അതിനേക്കാൾ ഉപരി നീതി തേടി പോലീസിന് മുന്നിലെത്തിയ പെൺകുട്ടിയോട് ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന ചോദ്യം. ഇതെന്തു നീതി, ഏതു നിയമം? വിനീത വിജി, 24, കൊച്ചി. പ്രേക്ഷകരിൽ വളരെ കടുത്ത പ്രതിഷേധമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഈ പന്തീരങ്കാവിൽ നടന്നത്. ഈ വർഷം കേട്ട ഏറ്റവും വലിയ ഫലിതമാണ് ഇപ്പോൾ കേട്ടത്. അതായത് വിസ്മയ കേസ് മാധ്യമങ്ങളും പത്രപ്രവർത്തകരും ഉണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ സംശയമുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ അയാൾ നിലമേൽ വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി. അവിടെ ഒരു അച്ഛനും അമ്മയും കണ്ണീരിൻ്റെ പുഴയിൽ മുങ്ങി അങ്ങനെ ജീവിക്കുന്നുണ്ട്. വിസ്മയ എന്ന് വളരെ പ്രതീക്ഷയോടെ കല്യാണം കഴിപ്പിച്ചയച്ച പെൺകുട്ടി സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതിൻ്റെ കഥയുടെ ബാക്കി പത്രം പോലെ 2 ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് അവർ നിലമേലിലുണ്ട്. അവരെ പോയി കാണുക. കൊച്ചുമോൻ കൊല്ലം പറയുന്നു, ഞാനും ഒരു പ്രവാസിയാണ്. ഒരു കാരണവശാലും എയർ ഇന്ത്യ ജീവനക്കാരുടെ സമരം അംഗീകരിക്കാൻ കഴിയില്ല. ഇവരെയൊക്കെ ഇതിൽ ഉത്തരവാദിയായ ആൾക്കാരെ ജയിലിൽ അടക്കണമെന്നാണ് ഈ പ്രവാസി പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഓർക്കാപ്പുറത്ത് സമരം ചെയ്യുന്നത് നമ്മുടെ കാലത്തിന് യോജിച്ചതല്ല. ഇത് ആളുകൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. പ്രത്യേകിച്ചും തൊഴിൽ തേടി വിദേശ നാടുകളിലേക്ക് പോയ പല ആളുകൾക്കും വിസ തീരുന്ന ദിവസമായിരുന്നു, ചില ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസമായിരുന്നു, ചില ആൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഡേ ആയിരുന്നു. പല രീതിയിൽ രോഗികളെ കാണാൻ അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് എയർപോർട്ടിലെത്തിയ ആളുകളെയാണ് നിരാശപ്പെടുത്തി ഇന്ന് ഫ്ലൈറ്റ് പോകുന്നില്ല എന്ന് എയർപോർട്ടിൽ നിന്ന് മറുപടി ലഭിച്ചത്. അതുപോലെ പി വർഗീസ് പറഞ്ഞ SKN ഫോൺ നമ്പരും വാട്സപ്പ് നമ്പരും ഒക്കെ എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കാണിക്കണം. ഒരു കാര്യം ചെയ്തു തരാം, ഞാനിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അത് പിൻ ചെയ്തു തരാം. യൂട്യൂബിൽ നമ്മുടെ ഡിജിറ്റൽ ഡിവിഷൻ അതിപ്പോൾ പിൻ ചെയ്തു തരും. ഈ 2 നമ്പറും വാട്സപ്പും നമ്മുടെ വിളിക്കാനുള്ള ലൈൻ നമ്പറും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ മതി. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സമീപകാലത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. കരുവന്നൂരും കണ്ടലയിലും പുൽപ്പള്ളിയിലും ഒക്കെ നമ്മൾ കേരളം പലവട്ടം ഇക്കാര്യം കേട്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നത് ഇന്ന് രാവിലെ ഒരു സഹകരണ തട്ടിപ്പ് വാർത്ത കാസർഗോഡ് നിന്നാണ്. ആ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ. സഹകരണ മേഖലയാകെ തട്ടിപ്പ് എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. സഹകരണ മേഖല കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ എന്ന് കരുതി നമുക്ക് ഈ കാസർഗോഡ് നടന്ന ഈ സംഭവത്തെ അവഗണിക്കാൻ കഴിയില്ല. കേവലം 17 വർഷം മാത്രം പഴക്കമുള്ള ബാങ്കിലാണ് ഭീമമായ കൊള്ള നടന്നിരിക്കുന്നത്. പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അടിമുടി ദുരൂഹത. ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 2007 CPIM നേതൃത്വത്തിൽ കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. ജില്ലയിലെ പ്രധാന CPIM നേതാക്കൾ ഡയറക്ടർമാരായ ബാങ്കിൽ 11 പേരാണ് ഭരണസമിതി അംഗങ്ങൾ. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള ഈ സഹകരണ സംഘത്തിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതോടെയാണ് തട്ടിപ്പിന് തുടക്കം കുറിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇല്ലാത്ത ആളുകളുടെ പേരിൽ സ്വർണ്ണ വായ്പ എടുത്തു, പണയം വെച്ച സ്വർണം കടത്തിക്കൊണ്ടുപോയി, അപ്പെക്സ് ബാങ്ക് സൊസൈറ്റിക്ക് നൽകിയ പണം തട്ടിയെടുത്തു എന്നിങ്ങനെയാണ് പരാതി. സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ബാങ്ക് പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇന്നലെ അന്ന് മേലുദ്യോഗസ്ഥർ വന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ 1,69,00,000 രൂപയുടെ ആദ്യമാണ് കണ്ടെത്തിയത്. പിന്നെ വൈകുന്നേരം വരെ അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണ കണക്ക് നമുക്ക് കിട്ടിയില്ല. ആ സ്പോട്ടിന് തന്നെ നമ്മൾ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറി K. രതീശിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ മറ്റ് ജീവനക്കാർക്ക് പങ്കില്ലെന്നും നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്നുമാണ് CPIM നിലപാട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും ഞങ്ങൾക്കും സെക്രട്ടറി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ വിവരം വെച്ചുള്ളൂ. സെക്രട്ടറി ഒരാൾ. ഇതിലാരെങ്കിലും കൂട്ടുന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയും പോലീസ് കൂടി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങളുടെ മാത്രം അന്വേഷണത്തിൽ വരുന്ന കാര്യമല്ല. തട്ടിപ്പ് വിവരം ജനുവരിയിൽ മനസ്സിലാക്കിയിട്ടും CPIM ഇടപെട്ട് ഇക്കാര്യം മൂടിവെച്ചെന്ന് കോൺഗ്രസ്. സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMൻ്റെ അറിവോടുകൂടി ഈ സംഘത്തിൻ്റെ ഭരണസമിതിയുടെ അറിവോടുകൂടി നടന്ന വൻ തട്ടിപ്പായിരുന്നു. സെക്രട്ടറി മാത്രം ഉത്തരവാദിത്വം. സെക്രട്ടറി ഇപ്പോൾ ഈ ഭരണസമിതിയും CPMൻ്റെ ഉന്നത നേതൃത്വം ഒരു കരുമാത്രമാക്കുകയാണ്. സാമ്പത്തിക വർഷത്തിൽ നടക്കുന്ന ഓഡിറ്റിംഗിൽ ഉദ്യോഗസ്ഥർ തട്ടിപ്പ് മനസ്സിലാക്കി. കേരള ബാങ്ക് മുൻകൂറായി സൊസൈറ്റിക്ക് നൽകുന്ന പണം പിൻവലിക്കാൻ സെക്രട്ടറിയെ കൂടാതെ ബാങ്ക് പ്രസിഡന്റ് കൂടി ഒപ്പുവെക്കണം. അങ്ങനെയിരിക്കെ CPIMന് ഈ സാമ്പത്തിക ക്രമക്കേടിൽ നിന്ന് തടിയൂരാൻ കഴിയില്ലെന്ന് BJP. ഇപ്പോൾ ഈ സംഭവം പുറത്ത് വന്നപ്പോൾ CPM സെക്രട്ടറിയെ മാത്രം വഴിചാരിക്കൊണ്ട് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഭരണസമിതിയും CPMും ചെയ്യുന്നത്. അവരുടെ മുഖം രക്ഷിക്കലാണ്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ CPMൻ്റെ ഉന്നത നേതൃത്വവും ഇതിൽ കുടുങ്ങുമെന്നുള്ളതാണ്.
ബാങ്ക് സെക്രട്ടറിയെ കൂടാതെ കൂടുതൽ ആളുകൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. കേസെടുത്തതോടെ ഒളിവിൽ പോയ പ്രതി കർണാടകത്തിലുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. കെ രതീശൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയത്? അതും പട്ടാപ്പകൽ ഈ സ്വർണം കടത്തുമ്പോൾ ആരും അറിയാതിരുന്നത് എന്തുകൊണ്ട്? വ്യാജരേഖ ചമച്ച് ഈ പണമൊക്കെ വകമാറ്റുന്ന സമയത്ത് ആരും ചോദ്യം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? എല്ലാം അന്വേഷണ പരിധിയിലാണ്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. മിൽമ തൊഴിലാളികൾ തിരുവനന്തപുരത്ത് നടത്തിയ സമരം ഒത്തുതീർപ്പാക്കാൻ തിരുവനന്തപുരം റീജിയണൽ ചെയർമാൻ വിളിച്ച യോഗം ആരംഭിച്ചു. മിൽമ ആസ്ഥാനമായ ക്ഷീരഭവനിലാണ് യോഗം നടക്കുന്നത്. എളുപ്പം വേഗം ഈ സമരം അവസാനിക്കട്ടെ, കാരണം രാവിലെ ചായയിടാനുള്ള പാല് മുടങ്ങരുത്. കൊല്ലം കോട്ടയം MC റോഡിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ ടീം 24 നടത്തിയ ഒരു അന്വേഷണമാണ് ഇനി. ഏനാത്ത് മുതൽ കലയപുരം വരെയുള്ള റോഡിൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ 3 കൊല്ലത്തിനിടെ മരിച്ചത് 50-ലേറെ മനുഷ്യരാണ്. കുളക്കട വളവിലൊക്കെ സ്ഥിരം അപകടങ്ങളാണ്. 421 അപകടങ്ങൾ ഈ കാലയളവിൽ ഈ സ്ഥലത്ത് മാത്രം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപകടം പതിയിരിക്കുന്ന പാതയിലൂടെ ടീം 24 സഞ്ചരിക്കുകയാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയാണ് ഏനാത്തു പാലം. ഈ ഏനാത്തെത്തി MC റോഡ് വഴി തിരുവനന്തപുരത്തേക്കുള്ള വഴി ചോദിച്ചാൽ ഏനാത്തുകാർ പറയുന്നത് നേരെ പോകാനല്ല, ഈ വളഞ്ഞു തിരിഞ്ഞുള്ള വഴിയിലൂടെ പോയാൽ മതിയെന്നാണ്. ഈ വളവ് തിരിവുള്ള റോഡിലൂടെയുള്ള യാത്ര അനുദിനം അപകടം പിടിച്ചതാവുകയാണ്. ജില്ലയിലെ 2 ഹോട്ട്സ്പോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ റോഡിലാണുള്ളത്. ഏനാത്ത് മുതൽ ജില്ലാതിർത്തിയായ നിലമേൽ തട്ടത്തുമല വരെ 40 കിലോമീറ്റർ. ഇത്രയും ദൂരത്തിൽ ചെറുതും വലുതുമായ 57 വളവുകൾ. ഏനാത്ത് പാലം കഴിഞ്ഞാൽ MC റോഡിനെ ജില്ല വരവേൽക്കുന്നത് കൊടും വളവിലൂടെയാണ്. 700 മീറ്റർ മാത്രം പിന്നിട്ടാലുടൻ കുളക്കടയിലെ ആദ്യ ബ്ലാക്ക് സ്പോട്ട് എത്തും. ഇവിടെയാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. ദിവസം ഒരു അപകടമെങ്കിലും ഉണ്ടാകാത്ത ഒരു ദിവസം പോലും ഇല്ല. എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ നിരവധി ഓഫീസുകൾ, അതുപോലെ നിരവധി വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കുളക്കട ഈ പ്രദേശം. ഇപ്പോൾ ഈ ഗവൺമെൻറ് അടുത്ത സമയത്ത് തന്നെ ഈ MC റോഡിൽ ഒരു ഫ്ലെക്സിബിൾ ഡിവൈഡർ വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാം ഇപ്പോൾ കാലഹരണപ്പെട്ട അവസ്ഥയിലാണ്. ഇംഗ്ലീഷ് അക്ഷരം S 2 തവണ എഴുതി ചേർത്ത രീതിയിലാണ് പുത്തൂർ മുക്ക് മുതൽ മണിക്കാട് വരെയുള്ള റോഡ്. പാമ്പിൻ്റേതുപോലെ റോഡിന് ഉടൽ ചെറുത്. അപകടങ്ങൾ ഒരു ദിവസമെങ്കിലും ഇല്ലാത്ത ദിനങ്ങളില്ല ഈ കുളക്കടക്കാർക്ക്. ഈ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് മുമ്പിൽ അവർ മനസ്സ് മരവിച്ച് നിൽക്കുകയാണ്. നാറ്റ്പാക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സിബിൾ ഡിവൈഡറുകൾ ഈ റോഡിൽ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും അത് പോയിരിക്കുകയാണ്. അപകടങ്ങൾ തുടർക്കഥയാവുകയുമാണ്. അനുദിനം അപകടം. 3 വർഷത്തിനിടയിൽ ഈ റോഡിൽ മരിച്ചവരുടെ കണക്ക് 50-ൽ അധികമാണ്. അപകടങ്ങൾ 423. പാളിപ്പോയ പരിഷ്കരണവും വിപുലമായ ഗതാഗത നിയന്ത്രണവും എല്ലാം ഈ വഴികളെ കുരുതിക്കളങ്ങളാക്കി. പുത്തൂർ മുക്ക് മുതൽ ഏനാത്ത് വരെയുള്ള റോഡ് അങ്ങനെ ചോരക്കളമായി മാറുകയാണ്. ഈ നാട്ടുകാർ ഓരോ നിമിഷവും ഓരോ ജീവൻ രക്ഷാ പ്രവർത്തകരായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ പരിഹാരമുണ്ടായേ മതിയാവും, അല്ലെങ്കിൽ ഈ റോഡിൽ പൊലിയുന്ന ജീവനുകൾക്ക് കണക്കും കയ്യും ഉണ്ടാകില്ല. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ ചെറിയ ദൂരത്തിൽ മരിച്ചവരുടെ എണ്ണം വളരെ കൂടുതലാണ്. റോഡ് അപകടങ്ങൾ അവിടെ ഒരു സാധാരണ വാർത്ത മാത്രമാണ്. എന്നിട്ടും അധികാരികൾ കർശനമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പരാതി പറയുകയാണ്. നാട്ടുകാരുടെ പ്രതികരണങ്ങളെ തുടർച്ചയായിട്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ പെരുക്കമാണ് ഒന്ന് ഈ അപകടത്തിന് സാധ്യത. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധമായ കുറുക്കിയാടൽ, ഓവർടേക്കിങ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നേക്കുന്നത്. ഉറക്കമില്ലാത്ത ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് ഓണേഴ്സ് തന്നെ ഡ്രൈവിംഗ് ചെയ്ത് എയർപോർട്ട് പോവുക, അതുപോലെ തന്നെ രാത്രിയിലെ ഡ്രൈവിംഗ് ചിലർക്ക് പറ്റത്തില്ല. ഒരു കുറച്ചു കാലമായിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ആരംഭിച്ചിരിക്കേണ്ട സ്ഥിതിയിലാണ് കാണുന്നുണ്ടാകുന്നത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണെങ്കിൽ തിരക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു. സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേനാവും. ഇപ്പോൾ തന്നെ ഏനാറ് 2 കിലോമീറ്റർ അപ്പുറമാണ് ഏനാറ് ഒരു മരണം ഉണ്ടായിരിക്കുന്നത്. നിരന്തരം അപകടങ്ങളെ ഉള്ളൂ ഇവിടെ.
നിരന്തര അപകടങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ പൈപ്പ് ലൈൻ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഈ സൈഡ് അപ്പുറ സൈഡ് കിടക്കുന്നുണ്ടോ അതേപോലെ കിടക്കുന്നതാണ് ഈ സൈഡ്. ഈ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സകല കുട്ടികളും പോകുന്നത് ഈ സൈഡിൽ കൂടെയാണ്. ആളുകൾക്ക് യാത്ര ചെയ്യാൻ നല്ല മെച്ചപ്പെട്ട റോഡ് വേണം. ആ മെച്ചപ്പെട്ട റോഡ് വന്ന സ്ഥിതി വരുമ്പോൾ ആ റോഡിലൂടെ അമിത വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതൊരു പ്രധാനമായ ഹരമായി പല ആളുകൾക്ക് മാറിയിട്ടുണ്ട്. അപകടങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. അത് നിഷേധിക്കാൻ കഴിയുന്നതല്ല. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മാനദണ്ഡങ്ങളും ഒരുക്കിയാലും അശ്രദ്ധമായി വാഹനം ഓടിച്ചു വരുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കപ്പെട്ടിട്ടുള്ള അപകടങ്ങളാണ് ഏറിയ പങ്കും ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകളുടെ ജീവൻ കൂടുതലും പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഈ രാത്രിയിൽ വരുന്ന ആക്സിഡൻറ്റ് ഏറ്റവും കൂടുതൽ അവിടെ KSTB ലൈറ്റുകൾ നിങ്ങൾ നോക്കുക, വളഞ്ഞ ലൈറ്റ് ഇപ്പോൾ ഉണ്ട്, അതൊന്നും കത്താറില്ല. ഏനാത്ത് പാലം തൊട്ട് പുത്തൂർമുക്ക് ജംഗ്ഷൻ വരെയുള്ള ലൈറ്റുകളൊന്നും കത്താറേ ഇല്ല. എതിരെ വരുന്ന വാഹനങ്ങൾ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന ഒരു പരിപാടിയില്ല. ഡിമ്മെന്ന് പറയുന്ന സ്വിച്ച് എന്തിനാണെന്ന് ഇപ്പോഴത്തെ ഡ്രൈവർമാർക്ക് അറിയത്തില്ല. ബ്രൈറ്റ് അടിച്ച് പോവുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഒന്ന്. പിന്നെ ഫ്ലെക്സിബിൾ ബാരിക്കേഡുകൾ വെച്ചിരുന്നു, അതും അശാസ്ത്രീയമായിരുന്നു. അത് ഒരാഴ്ച പോലും നിന്നില്ല, അത് മുഴുവൻ തകർന്നു. ഇപ്പോൾ തന്നെ നോക്കുക, നട്ടുച്ചയ്ക്ക് ലൈറ്റ് എടുക്കുക, രാത്രി ലൈറ്റ് ഇല്ല. രാത്രിയിലാണ് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ രാത്രി ലൈറ്റ് ഇല്ല, പകൽ ലൈറ്റ് കത്തി കിടക്കുന്നു. ഇതാണ് അമിത വേഗത നിയന്ത്രിക്കാൻ ഒരു സംവിധാനവുമില്ല, അതിനുള്ള ഒരു പരിശോധനയില്ല, ഒരു കാര്യങ്ങളുമില്ല. ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കുകയോ അല്ലെ അപകടകരമായ വളവാണെന്നുള്ളൊരു ബോർഡുകൾ വെക്കുകയോ ഇതൊന്നും KSTP നാളിതുവരെ ചെയ്തിട്ടില്ല. ഈ റോഡ് വരുന്നതിന് മുമ്പ് ഈ മേഖലയിൽ അപകടങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു അപകടം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ പരിസരവാസികൾ ജീവിക്കുന്നത്. ഇനി നമ്മൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് പോവുകയാണ്. കേസ് ഡയറി. തൃശ്ശൂരിൽ സിനിമാ സ്റ്റൈലിൽ വിലസി ഗൂണ്ടാ സംഘങ്ങൾ. കൊലക്കേസിൽ ജയിൽ മോചിതനായ പ്രതി അനൂപ് സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തത് കൊടും ക്രിമിനലുകൾ. അത് ഏതാണ്ട് 10-60ഓളം ആളുകൾ അതിലുണ്ടായിരുന്നു. എല്ലാവരും ക്രിമിനലുകളാണെന്നല്ല പറഞ്ഞത്. പാർട്ടിയുടെ ദൃശ്യങ്ങൾ മാസായി. BGMന്റെ അകമ്പടിയോടെ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലോട് വൈറൽ. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഗൗരവത്തോടെ പരിഗണിക്കണമെന്ന് പറയുന്ന ആളുകളും തൃശ്ശൂർക്കാരുണ്ട്. എന്തുട്ടുക്കന്നലിൽ എന്ന് പറയുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. ആവേശം സിനിമയിൽ പ്രേക്ഷകർ കണ്ടത് രംഗനെയാണെങ്കിൽ ഇക്കാണുന്നത് ഗുണ്ടാ നേതാവ് അനൂപിനെയാണ്. തൃശൂർ കുറ്റൂർ സ്വദേശി. 4 കൊലക്കേസുകൾ, കൊട്ടേഷൻ കേസുകൾ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതി. 2020 മുതൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരൻ, അതും കൊലക്കേസിൽ. ആ കേസിൽ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതായിരുന്നു നേരത്തെ കണ്ട ദൃശ്യങ്ങൾ. തൃശൂർ കുറ്റൂരിലെ അനൂപിൻ്റെ വീടിന് സമീപമുള്ള കോൾപ്പാടശേഖരത്തായിരുന്നു പാർട്ടി. കുപ്രസിദ്ധ ഗുണ്ടകൾ തുടങ്ങി 60-ലധികം പേരാണ് പാർട്ടിയുടെ ഭാഗമായത്. പിന്നീട് ഗുണ്ടകളുടെ സംഗമ ദൃശ്യങ്ങൾ ആവേശം സിനിമയുടെ ഹിറ്റ് ഡയലോഗുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഗുണ്ടാ ഗ്രൂപ്പുകളിൽ എന്നു വേണ്ട, വീരാരാധന പങ്കുവച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തത്. കോൾപ്പാടത്ത് നിരവധി പേരെത്തുന്നതറിഞ്ഞ നാട്ടുകാർ ആ വിവരം പോലീസിനു കൈമാറി. പോലീസെത്തി പരിശോധന നടത്തി. 1 വർഷം മുമ്പ് മരിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷണം നൽകുകയാണെന്നാണ് അന്ന് അനൂപ് പോലീസിന് നൽകിയ മൊഴി. പിന്നാലെ പോലീസും മടങ്ങി. അതിനുശേഷമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ആവേശം മോഡൽ പാർട്ടി നടന്നത്. പക്ഷേ അന്ന് ഒരു തരത്തിലുള്ള ലഹരി പാർട്ടിയും നടത്തിയിട്ടില്ലെന്നും ഭക്ഷണം മാത്രമാണ് നൽകിയതെന്നുമാണ് അനൂപ് ഇന്ന് 24-നോട് പറഞ്ഞത്. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഒരു കൊല്ലം 4-5 മാസമായി. അപ്പൊ ഞാൻ ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പരിപാടി നടത്താൻ പറ്റിയില്ലേ. വീഡിയോയിൽ കാണുന്ന നിങ്ങൾ മദ്യം കുപ്പി കണ്ടിട്ടുണ്ടായില്ല, അത് തൃശ്ശൂരിന് വെള്ളപ്പം മേടിച്ചതാണ്. 1, 2 അല്ല, ആവേശം തുടങ്ങി പല സിനിമകളുടെയും രംഗങ്ങൾ ഉപയോഗിച്ചുള്ള ഗുണ്ടാ പ്രവർത്തനത്തിന്റെ റീലുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അനൂപ് മാത്രമല്ല, പല ഗുണ്ടാ തലവന്മാരുടെ പേരിലും ഇത്തരം വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോകൾ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം തെല്ലും ചെറുതുമല്ല. ജനുവരി മുതൽ ഇതുവരെ മാത്രം തൃശൂർ ജില്ലയിൽ 20-ലധികം കൊലപാതകങ്ങൾ നടന്നുവെന്നാണ് കണക്ക്. അതിൽ പ്രതിസ്ഥാനത്തേറിയ പങ്കുമുള്ളത് 30 വയസ്സിൽ താഴെയുള്ള യുവാക്കളും ഗുണ്ടാ സംഘങ്ങളും.
എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ ഗുണ്ടാ സംഘങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്തരം ദൃശ്യങ്ങൾ. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. കുടിക്കാൻ ഒരിറ്റ് വെള്ളത്തിനായി തെരുവിലിറങ്ങുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ മുച്ചിക്കുണ്ട് കോളനി നിവാസികൾ. പരാതി പറഞ്ഞു മടുത്ത് 100ഓളം കുടുംബങ്ങളാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു നാടൊന്നാകെ തെരുവിലിറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുച്ചിക്കുണ്ട് കോളനിയിൽ 60 വർഷത്തിലധികമായി കുടിവെള്ളം ലഭ്യമല്ല. ഈ പശ്ചാത്തലത്തിലാണ് ബോട്ട് ബഹിഷ്കരിച്ച ഇതിന്റെ 2ാം ഘട്ടമായി ഈ നാട്ടുകാർ ഒന്നാകെ തെരുവിലേക്ക് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്. 60 വർഷത്തിലേറെയായി കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നവരാണ് മലപ്പുറം കൊണ്ടോട്ടി മുച്ചിക്കുണ്ട് കോളനിയിലെ ഓരോ കുടുംബവും. അത്രയേറെ പ്രയാസപ്പെടുന്നുണ്ട് കുടിവെള്ളത്തിനായി ഇവിടുത്തുകാർ. ഓരോ തവണയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങളെ വിശ്വസിച്ച് ഇക്കാലം അത്രയും ഇവർ കോളനിക്കകത്ത് കഴിച്ചുകൂടി. എന്നാൽ തങ്ങൾ നിരന്തരം പറ്റിക്കപ്പെടുകയാണെന്ന തിരിച്ചറിവാണ് ഇവരെ തെരുവിലിറങ്ങി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഞാൻ കാലങ്ങളായി, വർഷങ്ങളായി കോളനി പതിച്ചു കിട്ടിയ ആ കാലം തൊട്ട് ഇന്ന് വരെയും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. 4 കിലോമീറ്റർ അകലെ വേണം തലച്ചമടെ വെള്ളം കൊണ്ടുവരാൻ. കൊണ്ടുവന്ന് പകുതിക്ക് അത് താത്തി വെച്ചിട്ട് അവിടെ ഇരുന്ന് അതിൽ നിന്ന് കുറച്ച് കുടിച്ച് പിന്നീട് അത് അവിടെ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന പണി. അപ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ സമയം പോകും. അങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ഞങ്ങൾ 7 വെളുപ്പിന് 4, 4:30, 5 മണിയോടുകൂടി വെള്ളം ഉള്ളിടത്ത് പോയി അത് കോരി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടാണ് കൂലിപ്പണിക്ക് പോകുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പല പദ്ധതികളും സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുപോലും കോളനി നിവാസികൾക്ക് ഇതുവരെ ഉപകാരപ്പെട്ടിട്ടില്ല. നിലവിൽ ഈ മേഖലയിലെ പൊതുകിണറാണ് ഇവരുടെ ഏക ആശ്രയം. നിലവിൽ അതിലും കാര്യമായ വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. ജനകീയ ഐക്യം സിന്ദാബാദ്, ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്, ജനകീയ കൂട്ടായ്മ സിന്ദാബാദ്. എത്രയോ വർഷങ്ങളായി ഞങ്ങളിപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയി. ഞങ്ങൾക്ക് അതുമില്ല. കുറേ ടാങ്ക് ഇവിടെ ഉണ്ടാക്കി നിന്നില്ലാതെ ഒരു ടാങ്ക് ഉണ്ടാക്കി, പിന്നെ കുറേ പൈപ്പ് അവിടെ കാണുന്ന സ്ഥലത്ത് പൊന്തിച്ചിട്ട്, എന്നല്ലാതെ ഒരു തുള്ളി വെള്ളം ഇന്ന് വരെയായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല, തന്നിട്ടില്ല. ഇനിയിപ്പം ഞങ്ങൾക്ക് ഇതല്ലാതൊരു മാർഗ്ഗമില്ല. നിലവിൽ സാധാരണക്കാരായ കോളനി നിവാസികൾ വലിയ തുകകൾ ചെലവഴിച്ച് വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചാണ് ജീവിതം തള്ളി നീക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി 100-ലധികം കുടുംബങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം. 100ഓളം വരുന്ന മൂച്ചിക്കുണ്ട് കോളനി നിവാസികളുടെ ദുരിതം അധികാരികൾ കാണാതെ പോകരുത്. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഈ സമരം കുടിവെള്ളത്തിനാണ് എന്നുള്ളതുകൂടി അധികാരികൾ ഓർക്കുക. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊണ്ടോട്ടി. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്കറിയുന്ന പോലെ സംസ്ഥാനത്ത് ഭരണഭാഷ മലയാളമായിട്ട് ഏതാണ്ട് 7 കൊല്ലമായി. പക്ഷേ നമ്മുടെ സെക്രട്ടറിയിലെ 30% ഫയലുകളും ഇപ്പോഴും ആംഗലേയ ഭാഷയിലാണ് കടന്നു പോകുന്നത്. മറ്റ് സർക്കാർ ഓഫീസുകളുടെ ഫയലുകൾ പൂർണ്ണമായും മലയാളത്തിൽ വരുമ്പോഴാണ് ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഈ അവസ്ഥ. ഉത്തരവുകളും സർക്കുലറുകളും മലയാളത്തിലാക്കണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞെങ്കിലും അതൊന്നും ഫലത്തിൽ എങ്ങും എത്തിയില്ല. മലയാള ഭാഷയെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഭരണഭാഷാ മലയാളം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കി 7 വർഷം പിന്നിടുമ്പോഴും ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് പോലും മലയാള ഭാഷ പടിക്ക് പുറത്താണ്. ആഭ്യന്തരം, നിയമം, ധനകാര്യമടക്കമുള്ള സുപ്രധാന വകുപ്പുകളിൽ ഇപ്പോഴും ഉത്തരവിറങ്ങുന്നത് ഇംഗ്ലീഷിലാണ്. ഈ വകുപ്പുകളിലെ 40% ഫയലുകളും കൈകാര്യം ചെയ്യുന്നതും ഇംഗ്ലീഷിൽ തന്നെ. മലയാളം ഫയലുകൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് ഫയലുകൾക്ക് ഇംഗ്ലീഷിലും കുറിപ്പെഴുതുന്നതാണ് സെക്രട്ടേറിയറ്റിലെ രീതി. ഇംഗ്ലീഷ് ഫയലുകളുടെ വിവരങ്ങൾ ഈ ഓഫീസ് സോഫ്റ്റ്വെയറിൽ നിന്ന് പകർത്താമെന്നതിനാൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറില്ല. ഇംഗ്ലീഷ് ഉത്തരവുകൾക്ക് മലയാള പരിഭാഷ തയ്യാറാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം വന്നെങ്കിലും ഇതുവരെ പൂർണ്ണമായി നടപ്പായില്ല. ഒരു ഭരണത്തിലൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ എന്തെങ്കിലും ഒരു വ്യവഹാരം സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിനെ സമീപിക്കുമ്പോൾ ആ ആളിന് മനസ്സിലാകുന്ന ഭാഷ എന്ന നിലയിൽ അത്തരത്തിൽ അതിൻ്റെ മൊത്തം നടപടിക്രമം വരുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഈ ഫയലുകളൊക്കെ നീങ്ങാതെ കിടക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ അതും ഈ ഭാഷാ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടാകാം. തമിഴ്നാടും കർണാടകയും ഭാഷയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതായും ചവറ ജയകുമാർ പറഞ്ഞു. തമിഴ്നാട്ടിൽ പിന്നെ ഈ ഭരണപരമായിട്ടും അല്ലാതെ തന്നെ അവർ ഭാഷയ്ക്ക് വാക്കുകളൊക്കെ അവരുടെ ഒരു പദാവലി
അത്തരത്തിൽ ആ പദസമ്പത്ത് ആ ഭാഷയ്ക്ക് അത്രത്തോളം ഒരു വ്യാപ്തി ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ലോകം എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട്, അത്രത്തോളം അത് കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ മലയാളം ലോകത്തെല്ലായിടത്തും മലയാളികൾ എത്തിപ്പെട്ടുവെങ്കിലും മലയാളം ഫോളോ ചെയ്യുന്നതിൽ, സംസാരിക്കുന്നതിൽ, ഭാഷ പറയുന്നതിൽ ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷനും ഉത്തരവുകളും ചട്ടങ്ങളും മലയാളത്തിലാക്കാൻ സർക്കാരിന് ശുപാർശ നൽകിയിരുന്നു. ഇംഗ്ലീഷിൽ ഇറക്കുന്ന ഉത്തരവുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു. വിരമിക്കാൻ 2 വർഷത്തിൽ കൂടുതൽ സമയപരിധിയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ ടൈപ്പിംഗിൽ നിർബന്ധിത പരിശീലനം വേണമെന്നും ശുപാർശ നൽകിയിട്ടുണ്ട്. ശുപാർശകൾ ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ വി വേണു ചുമതലയേറ്റപ്പോൾ സർക്കാർ ഉത്തരവുകളും സർക്കുലറുകളും മലയാളത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഇപ്പോഴും സർക്കാരിൻ്റെ ഭരണഭാഷാ മലയാളം പദ്ധതി സെക്രട്ടേറിയറ്റിന് പടിക്കകത്ത് കയറിയിട്ടില്ല. മാതൃഭാഷാ ദിനത്തിൽ ഭാഷാ സ്നേഹത്തെക്കുറിച്ചുള്ള നീണ്ട പ്രസംഗം കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ആർജവം ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുണ്ടാകണം. മാതൃഭാഷയുടെ കാര്യത്തിൽ കർണാടകവും തമിഴ്നാടുമെല്ലാം കേരളത്തിന് കണ്ടുപഠിക്കാവുന്ന മാതൃകകളാണ്. അവരെങ്ങനെ ഭാഷയെ പരിപോഷിക്കുന്നു, എങ്ങനെ അത് ഭരണതലത്തിൽ ഉപയോഗിക്കുന്നു എന്നത്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളെല്ലാം മാതൃഭാഷയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മലയാളത്തിൻ്റെ ഈ ദുരവസ്ഥ. ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. സാധാരണക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അതേപോലെയുള്ള തലങ്ങളിലൊക്കെയാണ് ആവശ്യം. പല ഭാഷകളും പല വേഡ്സും മലയാളത്തിലേക്ക് മാറുമ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നിലവിലുള്ളത് പിന്നെ അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. ഞാനൊരു മലയാളിയാണ്, എനിക്ക് മലയാളമേ അറിയാവൂ. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ തന്നെ ആക്കണം എല്ലാം. മലയാളക്കാർ മലയാളം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ്. ന്യൂ ജനറേഷൻ എല്ലാം ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാമെന്നുള്ള ഒരു ജനത, പിന്നെ സാധാരണ മലയാളം മാത്രം പഠിക്കുന്ന മീഡിയ, അങ്ങനെ എല്ലാം കൂടെ മിക്സഡാണ്. അപ്പോൾ അവരെയും കൂടെ പരിഗണിക്കണ്ടേ. എന്തായാലും മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. ആ ഭാഷയെ സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. തിരുവനന്തപുരം മലയങ്കിഴ് മകൻ്റെ ക്രൂരമർദ്ദനമേറ്റ് പിതാവ് മരിച്ചു. മരിച്ചത് പൊറ്റയിൽ സ്വദേശി രാജേന്ദ്രനാണ്. അദ്ദേഹത്തിന് 64 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിലാണ് മകൻ രാജേഷ് പിതാവിനെ മർദ്ദിച്ചെന്നാണ് വാർത്ത. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് ഈ മർദ്ദനമേറ്റത്. പിതാവിന് തടികൊണ്ട് രാജേന്ദ്രൻ്റെ തലയ്ക്ക് മകൻ അടിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണമുണ്ടായത്. രാജേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. നമുക്ക് ശരിക്കും ഈ മകൻ്റെ അടിയേറ്റ് മരിക്കുന്ന, അല്ലെങ്കിൽ മകൻ്റെ കുത്തേറ്റ് മരിക്കുന്ന പിതാക്കന്മാർ കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുകൂടി പ്രേക്ഷകർ ആലോചിക്കുക. എനിക്കൊന്ന് ഈ ഒരു വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും താമര നൂല് എവിടെയോ മുറിഞ്ഞുപോയി. അപ്പോൾ പിന്നെ ഇതൊക്കെ സ്വാഭാവികം. മാലിന്യം നീർച്ചാലിൻ്റെ വഴിമുടക്കിയതോടെ നാറുന്ന വെള്ളം കുടിക്കേണ്ട ഒരു ഗതികേടിലാണ് കാക്കനാട് ഇടിച്ചിറയിലെ 14 കുടുംബാംഗങ്ങൾ. മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികളെ പേടിച്ച് കഴിയുകയാണ് ഇവർ. പലതവണ പരാതിപ്പെട്ടു. എന്നിട്ടും നഗരസഭാ അധികൃതർ പരിഹാരം കണ്ടില്ല എന്നാണ് പരാതി. കൊച്ചിൻ കോർപ്പറേഷനെ കുറിച്ചാണ് അവർക്ക് പരാതി. ജനകീയ പ്രതിഷേധത്തിന് ഇപ്പോൾ നാട്ടുകാർ ഒരുങ്ങുന്നു. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ലാസ്റ്റ് അതുപോലെ ശക്തിയായ മഴ പെയ്തപ്പോഴത്തേന് ഈ മതിലടക്കം ഇടിഞ്ഞു വീണ് ഇവിടെ ഇതിൽ കൂടെ എല്ലാം വേസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ കൂടെയൊക്കെ ഒഴുകി ആ കണ്ടത്തിലേക്കാണ് പോകുന്നത്. കിണറ്റിലോട്ടൊക്കെ ഈ വെള്ളം കലർന്നിട്ട് ഇത് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ അതുകൊണ്ട് ബോട്ടിൽ വാട്ടർ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണ് ഞങ്ങൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. വെറും മാലിന്യമല്ല, മൂക്ക് പൊത്താതെ ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. ഒട്ടേറെ കാലങ്ങളായി ഇവിടെ ആവശ്യം ഉന്നയിച്ചിട്ടും ഒരു തരത്തിലുള്ള നടപടിയും അധികൃതർ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. 2 സ്കൂളുകളുണ്ട്, 14 കുടുംബങ്ങളുണ്ട്. ഇവർക്കാർക്കും ഇവിടെ നിക്കക്കണ്ണിയില്ലാത്ത സ്ഥിതി. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നുമുള്ള മാലിന്യമടിഞ്ഞ് തോടിന്റെ ഗതിമുട്ടി. മലിനജലം ഇപ്പോൾ ഒഴുകിയെത്തുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കും അവിടെ നിന്ന് സമീപവാസികളുടെ വീട്ടുമുറ്റത്തേക്കും. 14 കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ഈ ഓടയിലേക്ക് തൊട്ടടുത്തുള്ള ഹോസ്റ്റല്, ഒരു 3 ഹോസ്റ്റല്, ഒരു 6 വരുന്ന ഹോട്ടലും അവരുടെ ഡ്രെയിനേജ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു 3 കിണർ പോലെ അതിനകത്ത് വന്ന് മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. കാരണം ഇത് പ്രോപ്പറായിട്ടല്ല ഡ്രെയിനേജ് പണിഞ്ഞത്. ഈ ഡ്രെയിനേജ് പണിഞ്ഞിരിക്കുന്നത് ഇല്ലീഗൽ ഡ്രെയിനേജാണ്. ദുർഗന്ധം അസഹനീയം. അതിനിടെ മഴ പെയ്തതോടെ കിണറുകളും മലിനമായി. വെള്ളം കുടിക്കാനോ കുളിക്കാനോ പോയിട്ട് പാത്രം കഴുകാൻ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. തൃക്കാക്കര നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് പ്രശ്നത്തിന് കാരണമെന്നും പലതവണ പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കെ സ്മാർട്ടിൽ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ
ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും കാണുന്നതാണ്. നഗരസഭ എല്ലാം കെ സ്മാർട്ടിൻ്റെ അണ്ടറിലാണ്. ഈ കെ സ്മാർട്ടിൽ ഒരു പരാതി കൊടുത്താൽ ആ പരാതി സംസ്ഥാന വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കാണുന്നതാണ്. എന്നിട്ടും ഇതിന് നടപടിയില്ല. മഴക്കാലത്തിന് മുമ്പേ പരിഹാരമില്ലെങ്കിൽ ആരോഗ്യസ്ഥിതി വഷളാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ജനകീയ സമരം മാത്രമാണ് മുന്നിലുള്ള വഴിയെന്നും ഇവർ പറയുന്നു. സമീപ പ്രദേശത്തെ ബേക്കറിയിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും വരുന്ന മാലിന്യമാണ് ഇവിടെ ഉള്ളത്. കൂട്ടത്തിൽ മനുഷ്യ വിസർജ്യവുമുണ്ട്. ഇത് നേരെ ചെന്ന് പതിക്കുന്നത് കിണറുകളല്ല സെപ്റ്റിക് ടാങ്കുകൾ എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. ഈ നടപടിയുമായി ഇനിയും മുന്നോട്ട് പോയാൽ ജനകീയ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറാമാൻ അരുൺ നീണ്ടൂരിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് വരികയാണ്. തിരുവനന്തപുരത്തെ മലയൻകീഴിൽ മകന്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു. പൊറ്റയിൽ രാജേന്ദ്രനാണ് മരിച്ചത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിലാണ് രാജേന്ദ്രന്റെ മകൻ രാജേഷ് തലയ്ക്കടിച്ചത്. ആശുപത്രിയിലായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അഖിൽഷ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. അഖിൽഷ, ഇത്തരം മക്കളുടെ അടിയേറ്റ് മരിക്കുന്ന പിതാക്കന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. ഒരു പിതാവ് എന്ന് കേട്ടാൽ ഒരു സാധാരണ പ്രസ്ഥാനമായി കാണുന്ന മക്കളുടെ എണ്ണം കൂടി വരുന്നു. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് അഖിൽഷ അൻസാർ? എസ്കെയിൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ മാസം 4 നടന്ന ഈ കാട്ടാക്കട മലയൻകീഴിൽ നടന്ന സംഭവം. അതായത് ഈ മദ്യപാനത്തിനിടെ, അതായത് പിതാവും മകനും, പിതാവ് രാജേന്ദ്രനും അതുപോലെ തന്നെ മകൻ രാജേഷും തമ്മിലുള്ള മദ്യപാനത്തിനിടെയാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലൊരു തർക്കത്തിൽ ഏർപ്പെടുകയും അത് വലിയ കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തടിയെടുത്ത് പിതാവ് രാജേന്ദ്രന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരിക്കേറ്റതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ദിവസം വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ ആരോഗ്യസ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ പിതാവിൻ്റെ മരണം അധികൃതർ സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ ഈ മലയൻകീഴ് പോലീസ് ഈ മകൻ രാജേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ഉടൻ തന്നെ ഈ രാജേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മലയൻകീഴ് പോലീസും ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. ഓക്കെ, അഖിൽ ഷാൻസാറാണ് വിവരങ്ങൾ നൽകിയത്. അതായത് മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു എന്ന് പറയുന്നത് ഒട്ടും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുകൂടി ഈ മക്കൾ തിരിച്ചറിയുക. ചില ആളുകൾ പറയുന്നത് മാതാപിതാക്കൾക്ക് വിവരക്കേടുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ്. പ്രായമായ മാതാപിതാക്കൾ ഇനി നന്നാക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ നന്നാകാൻ പറ്റൂ എന്നാണ് ഞാൻ മക്കളോട് ചോദിക്കുക.